എല്ലാവർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. സാമ്പാർ ഇല്ലാത്ത ഓണം നമ്മൾ മലയാളികൾക്ക് സങ്കല്പിക്കാനാകാത്ത ഒന്നാണ്. സാമ്പാറും ചോറും ഉണ്ടെങ്കിൽ വേറെ യാതൊരു കറിയുടെയും ആവശ്യമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് മല്ലി 150 ഗ്രാം, വറ്റൽമുളക് എടുക്കുന്നുണ്ട്. ഇത് നാടനും അതുപോലെ കാശ്മീരിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഏകദേശം 75 ഗ്രാം, ചന ഡാൽ 30 ഗ്രാം, അതുപോലെ തുവരപ്പരിപ്പ് 25 ഗ്രാം, ഉഴുന്ന് 25 ഗ്രാം, പച്ചരി 25 ഗ്രാം, ഉലുവ 25-30 ഗ്രാം, കുരുമുളക് പൊടി ½ ടേബിൾ സ്പൂൺ, കായം 30 ഗ്രാം, കരിവേപ്പില ആവശ്യത്തിനെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം എടുക്കും. നമ്മൾ പയ്യെ ഓരോന്നും എടുത്ത് വറുത്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മല്ലി ഇവിടെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വറ്റൽമുളക് വറുത്തെടുക്കുകയാണ്. പിന്നെ ചനാഡാലും അതുപോലെ തുവരപ്പരിപ്പും ഉഴുന്നും പച്ചരിയും ഉലുവായും കുരുമുളക് പൊടിയും കായവും കരിവേപ്പിലയും എല്ലാം നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ പൊടിച്ചെടുക്കാം. ഈ ഒരു സാമ്പാർ പൊടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഒരു മായവും ചേർക്കാത്ത സാമ്പാർ നമുക്ക് പഴയ കാലത്തെ ആ രുചിക്ക് സാമ്യമായി തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ ആയിക്കഴിഞ്ഞു. ഇതെല്ലാം ഇനി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് കൺസിസ്റ്റൻ്റായിട്ട് എല്ലാം കറക്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി കഴിഞ്ഞു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വലിയൊരു നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക.